പറയാൻ പോകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ അതിന്റെ സൊല്യൂഷനും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നല്ല പോലെ 7 to 8 hours ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് ഇല്ല. മുഖത്ത് വില കൂടിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടും വീണ്ടും വീണ്ടും മുഖക്കുരു വരുന്നു. ഓഫീസിലിരിക്കുമ്പോൾ പെട്ടെന്ന് മൂഡ് ഡ്രോപ്പ് ആവുന്നു. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇറിറ്റേറ്റ് ആവുന്നു. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഇത് സ്ട്രെസ് കൊണ്ടോ വർക്ക് ലോഡ് കൊണ്ടോ ആണെന്നല്ലേ. പക്ഷെ പലപ്പോഴും കഥ തുടങ്ങുന്നത് അവിടെയല്ല. സത്യത്തിൽ നിങ്ങളുടെ വയറ്റിലാണ് ഇതിന്റെ എല്ലാം ആരംഭം. യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ്. നമ്മുടെ ദഹന വ്യവസ്ഥ ഏകദേശം 25 മുതൽ 30 അടി വരെ നീളമുള്ള ഒരു വലിയ സിസ്റ്റമാണ്. അതിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് നല്ലതും മോശവുമായ ബാക്ടീരിയകളുണ്ട്. ഇത് വെറും ഭക്ഷണം ദഹിപ്പിക്കാൻ മാത്രമുള്ളവരല്ല. നിങ്ങളുടെ എനർജി ലെവൽ, മൂഡ്, സ്കിൻ ഹെൽത്ത്, ഉറക്കത്തിന്റെ ഗുണമേന്മ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ചില റിസർച്ചേഴ്സ് ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ബ്രെയിനും ഗട്ടും തമ്മിൽ നേരിട്ട് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ നില പലപ്പോഴും വയറിന്റെ നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആയുർവേദത്തിൽ ഒരു സൂക്തമുണ്ട്, രോഗാം സർവേപി മന്ദേ അഗ്നോ. സിമ്പിളായി പറഞ്ഞാൽ എല്ലാ അസുഖങ്ങളുടെയും വേര് നമ്മളുടെ ദഹനം മോശമാകുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മൂഡ്, ഉറക്കം, സ്കിൻ ക്വാളിറ്റി ഇതൊക്കെ എങ്ങനെ വെറും 5 മാറ്റങ്ങളിലൂടെ സെറ്റാക്കാമെന്നാണ്. രാത്രി മുഴുവൻ വിശ്രമിച്ച് ബോഡി ഒന്ന് ക്ലീൻ ആയി വരുമ്പോഴാണ് നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ അസിഡിക് ആയ കഫീൻ, അതായത് ചായയോ കാപ്പിയോ ഉള്ളിലേക്ക് വിടുന്നത്. ഇത് ഈ ദാഹത്തെ കെടുത്തും. സത്യത്തിൽ രാവിലെ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന എനർജി ഹോർമോൺ ഹൈ ആയിരിക്കും. ആ സമയത്ത് കഫീൻ ചെല്ലുമ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും. നമ്മുടെ ഉള്ളിലെ ഡൈജസ്റ്റീവ് ഫയർ അത് കെടുത്തിക്കളയും. ഫലമോ ദിവസം മുഴുവൻ ഗ്യാസും അസിഡിറ്റിയും. ഇതാണ് ആദ്യം മാറ്റേണ്ടത്. രാവിലെ എഴുന്നേറ്റാൽ ഇത്തിരി ഇളം ചൂടുവെള്ളം കുടിക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് മാത്രം കഴിഞ്ഞ് ചായയോ കാപ്പിയോ കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ നാവ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാവിലൊരു വെള്ള നിറത്തിലുള്ള തിക്ക് കോട്ടിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നാണ്. ദിവസവും നാവ് വടിക്കുന്നതിലൂടെ ആ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ സഹായിക്കും. അടുത്തൊരു സ്വഭാവം, ഭക്ഷണം കഴിച്ച ഉടനെ കുപ്പിക്കണക്കിന് വെള്ളം കുടിക്കുന്ന ശീലം മിക്കവർക്കും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ എൻസൈംസിനെ ബാധിക്കുന്നുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണിത്. അവിടെ ഡൈജഷനെ അഫക്റ്റ് ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് 30 മിനിറ്റോ അല്ലെങ്കിൽ കഴിച്ച് ഒരു 45 മിനിറ്റോ ശേഷം മാത്രം ധാരാളം വെള്ളം കുടിക്കുക. കഴിക്കുന്നതിനിടയിൽ ദാഹം തോന്നിയാൽ 1-2 സിപ്പ് ഇളം ചൂടുവെള്ളം മാത്രം കുടിക്കുക. തണുത്ത വെള്ളം ഭക്ഷണത്തിനൊപ്പം കുടിക്കുന്നത് നമ്മുടെ ദഹനത്തിനെ പാടെ സ്ലോ ആക്കും. ദഹനം തുടങ്ങുന്നത് വയറ്റിലല്ല, വായിലാണ് എന്നാണ് പറയുന്നത്. അമേരിക്കൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പറയുന്നത് ഒരാഹാരം ചുരുങ്ങിയത് 32 വട്ടം ചവയ്ക്കുന്നവർക്ക് തടി കുറയുകയും ദഹനം 40% മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നാണ്. പിന്നെ ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞ് എല്ലാവരും പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കാൻ തുടങ്ങും. പക്ഷെ എല്ലാവരുടെയും വയറിന് അത് താങ്ങാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഗ്യാസ് വരുന്ന ടൈപ്പ് വയറാണെങ്കിൽ പച്ചക്കറികൾ പകുതി വേവിച്ചോ അല്ലെങ്കിൽ സൂപ്പാക്കിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് കൂടുതൽ ബ്ലോട്ടിംഗ് ഉണ്ടാക്കും. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിനെ ബാധിച്ച വിഷമങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോ, സങ്കടം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഫോഗ് തോന്നുന്നുണ്ടോ? ഇതിന് കാരണം എപ്പോഴും ലൈഫിലെ പ്രശ്നങ്ങളാകണമെന്നില്ല. സന്തോഷത്തിന് കാരണമായ സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഒരു 90% ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളുടെ വയറ്റിലാണ്. അതുകൊണ്ടാണ് വയറ് മോശമായാൽ മൂഡ് സ്വിങ്സും സ്ട്രെസ്സും കൂടുന്നത്. ഗട്ട് ശരിയായാൽ ഉറക്കവും സമാധാനവും തനിയെ വരും. ഇതിനായി ഫെർമെന്റഡ് ഫുഡ്, അതായത് മോര്, പഴയ കഞ്ഞി, ഇഡലി, ദോശമാവ് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ദ ഗോൾഡൻ റൂൾ, 12 hour ഗട്ട് റെസ്റ്റ്. നമ്മൾ ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റ് എപ്പോഴും കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. വയറിന് വിശ്രമം വേണ്ടേ? ഒരു സിമ്പിൾ പ്രാക്ടീസ് തുടങ്ങാം. രാത്രി 8 മണിക്ക് ഡിന്നർ കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഈ 12 മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങളുടെ ശരീരം MMC അഥവാ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്നൊരു ക്ലീനിങ് പ്രോസസ് നടത്തും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഈ അനുഷ്ക, വിരാട് കോഹ്ലി, അതുപോലെ അത്യാവശ്യം നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ വൈകിട്ട് 5 മണി അല്ലെങ്കിൽ 6 മണിയോടുകൂടി അവരുടെ ഡിന്നർ പൂർത്തിയാക്കും. അത്രയും പറ്റിയില്ലെങ്കിലും ഒരു 7 മണി അല്ലെങ്കിൽ 8 മണിയോടുകൂടിയൊക്കെ ഡിന്നർ കഴിക്കാം. ഈ 12 മണിക്കൂർ ഗ്യാപ്പ് നിങ്ങളുടെ സിസ്റ്റത്തെ റിപ്പയർ ചെയ്യാൻ സഹായിക്കും. ഗ്യാസും ബ്ലോട്ടിങ്ങും ഒക്കെ കുറയാനും ഇൻസുലിൻ ബാലൻസ് ചെയ്യാനും ഇത് മതി.
ഉറക്കം മാറ്റിമറിക്കാൻ പോകുന്ന ടിപ്പും ഇത് തന്നെയാണ്. ഇതൊക്കെ ചെയ്യാൻ വലിയ പണമൊന്നും വേണ്ട, കുറച്ച് ശ്രദ്ധ മാത്രം മതി. മോഡേൺ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മറന്നുപോയ ചില ബേസിക് കാര്യങ്ങളാണിവ. ഫ്രീക്വന്റ് ആയി ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് ഒഴിവാക്കുക, അമിതമായ പെയിൻ കില്ലേഴ്സ് കുറയ്ക്കുക, പാക്കറ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കുക, പകരം നാച്ചുറൽ ഫുഡും കുറച്ച് സൂര്യപ്രകാശവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. സത്യത്തിൽ ഗ്ലോ പുറത്തു നിന്ന് വരുന്നതല്ല, ഉള്ളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ എത്ര സ്കിൻ കെയർ മാറ്റിയാലും എത്ര മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാലും നിങ്ങളുടെ ഗട്ട് ഹാപ്പി അല്ലെങ്കിൽ എനർജിയും മൂഡും കൺസിസ്റ്റന്റ് ആവില്ല. അതുകൊണ്ട് ഡ്രാസ്റ്റിക് ഡയറ്റ് മാറ്റങ്ങളൊന്നും വേണ്ട, ഫാൻസി പ്രോഡക്ട്സും വേണ്ട, സിമ്പിൾ കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ് മതി. നാളെ മുതൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു ചെറിയ മാറ്റം എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറാൻ വലിയ റെവല്യൂഷൻ ഒന്നും വേണ്ട, ചെറിയൊരു റീസെറ്റ് മതി.